Hello guys, welcome back. In this video we are going to handle another very interesting topic related to cost. Okay, part A and part B video നിർബന്ധമായിട്ടും വാച്ച് ചെയ്യുക. പാർട്ട് സിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, then total cost. Okay, then after that we will discuss average fixed cost, average variable cost, then average total cost or average cost. ഓക്കെ, പാർട്ട് സിയിൽ വരുന്ന ഏരിയാസാണ് ഇത്രയും വരുന്ന ഭാഗങ്ങൾ. വളരെ സിമ്പിളായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. മനോഹരമായിട്ടുള്ള ഗ്രാഫ്, ദെൻ ടേബിളൊക്കെ വെച്ചിട്ട് ഇല്ലസ്ട്രേഷൻസ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പാർട്ട് എയിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആ വീഡിയോ A to Z വാച്ച് ചെയ്യുക. കോസ്റ്റ് ഫങ്ഷൻ, ഓക്കെ, ഷോർട്ട് റൺ കോസ്റ്റ് ഫങ്ഷൻ, ദെൻ ലോങ് റൺ കോസ്റ്റ് ഫങ്ഷൻ. ഒത്തിരി കൺസെപ്റ്റ് ആ ഏരിയയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ തന്നെ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് ഒക്കെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു കർവും വരച്ചിട്ടുണ്ട്. കാരണം 2 മാർക്ക് 5 മാർക്ക് ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്. അതുപോലെ തന്നെ കൺസെപ്റ്റ്സ് അസോസിയേറ്റഡ് വിത്ത് കോസ്റ്റ്, ലോങ് എസ്സേ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ് ഷുവറായിട്ട് നിങ്ങൾക്കൊരു പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യനും എക്സ്പെക്ട് ചെയ്യാം. മൈക്രോ എക്കണോമിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണെന്ന് കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ സിംഗിൾ കൺസെപ്റ്റ്. ഓക്കെ, ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് കോസ്റ്റ്. ഓക്കെ, ആ കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. അപ്പോൾ പാർട്ട് സി ഞാൻ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, പാർട്ട് സി നിങ്ങൾക്ക് 2 വീഡിയോസ് ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം വീഡിയോൻ്റെ ലെങ്ത് ഒത്തിരി കൂട്ടണ്ട. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സിമ്പിളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ പാർട്ട് സി ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് സെക്ഷൻ 1 ഡിസ്കസ് ചെയ്യുക. ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ദെൻ ടോട്ടൽ കോസ്റ്റ് അലോങ് വിത്ത് ഗ്രാഫ് ആൻഡ് ടേബിൾസ്. ഓക്കെ, സിമ്പിൾ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് നമുക്ക് ഡീൽ ചെയ്യാം. റൈറ്റ്, സെക്ഷൻ 2 അഥവാ പാർട്ട് സിയിൽ വരുന്ന സെക്ഷൻ 2 നമ്മൾ ഡിസ്കസ് ചെയ്യുക ഫിക്സഡ് കോസ്റ്റുമായി ബന്ധപ്പെട്ട ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. വളരെ സിമ്പിളായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. ദെൻ ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ആഫ്റ്റർ ദാറ്റ് ആവറേജ് ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ 2 പാർട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെക്ഷൻ സിയിൽ നിങ്ങൾ കാണാം. ഞാനൊരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു കൺസെപ്റ്റ് പറയും, ഡെഫിനിഷൻ, ദെൻ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് നെയിംസ്, ദെൻ ഗ്രാഫ്, ദെൻ ഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിണക്കിയിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാം. അതുപോലെ തന്നെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. PSMO കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ജോയിൻ ചെയ്യരുത്, അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട്. PSMO കോളേജിലല്ലാതെ മറ്റു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഞാൻ ഇതിൻ്റെ ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ ഗ്രൂപ്പിലുള്ള മറ്റു വിദ്യാർത്ഥികളും നിങ്ങൾക്ക് ആശയവിനിമയം നടത്താനുള്ള സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒത്തിരി സ്ലൈഡ്സ് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ വെബ്സൈറ്റ് naushaadchengodan.in. നിങ്ങൾക്ക് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ലൈഡ്സ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ്സിലുണ്ട്. അതുപോലെ എക്കോണമി ഫോർ UPSC ഞാൻ ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് കാണാം. ഓക്കെ, അപ്പോൾ യൂട്യൂബിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വെബ്സൈറ്റിൽ നിന്ന് സ്ലൈഡ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ആ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇൻട്രോ ആയിട്ട് പറയാനുള്ളത്. അപ്പം പാർട്ട് സിയിലെ സെക്ഷൻ 1 ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ദെൻ ടോട്ടൽ കോസ്റ്റ്, ഈ ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുകയാണ്. Let us consider first the fixed cost. Okay, ഫിക്സഡ് കോസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഫസ്റ്റ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ കോസ്റ്റ് ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻ. ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഫിക്സഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, വേരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു പ്ലാന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, പ്ലാന്റ് എന്ന് പറയുമ്പോൾ മൈക്രോ എക്കണോമിക്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബിൽഡിങ്, ഫാക്ടറി, ബിൽഡിങ്, ദെൻ മെഷീനറീസ്, അതുപോലെ മാനേജ്മെൻറ്റ്. ഓക്കെ, ഫിക്സഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ പറയുന്ന സംഭവം. പ്ലാന്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു ബിൽഡിങ് മാത്രമല്ല, പ്ലാന്റിൽ ബിൽഡിങ്, മെഷീനറീസ്, അതുപോലെ മാനേജ്മെൻറ്റ്. ഓക്കെ, ഫിക്സഡ് ഫാക്ടേഴ്സ് ആണത്. റൈറ്റ്, ദെൻ വേരിയബിൾ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ലേബേഴ്സ്, ദെൻ റോ മെറ്റീരിയൽസ്. ഓക്കെ, ഇങ്ങനെ പറയുന്ന ഐറ്റംസ് ഒക്കെ എന്താണ്, വേരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഷോർട്ട് റണ്ണിൻ്റെ പ്രത്യേകത
ഫിക്സഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. ദാറ്റ് ഈസ് എ ഫേം ക്യാൻ ഇൻക്രീസ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ബൈ ഇൻക്രീസിങ് ഓൺലി ദ വേരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ലേബറേഴ്സിനെ കൂടുതൽ വിളിച്ചിട്ടോ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് കൂടുതൽ വാങ്ങിയിട്ട് മാത്രമേ ഉൽപാദനം കൂട്ടുവാനുള്ള നിർവാഹമുള്ളൂ ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് ഷോർട്ട് റൺ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓൺലി ഡ്യൂറിങ് ദി ഷോർട്ട് റൺ. കാരണം എന്താ? ലോങ് റൺ ഓൾ ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ വേരിയബിൾ. ഓക്കെ, അത് നമ്മൾ ആ പാർട്ട് എയിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ സി ഓൾ ദ കോസ്റ്റ് ഓൺ ഫിക്സഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഒരു മെഷീൻസ് ആവട്ടെ, അതുപോലെ അതുമായി ബന്ധപ്പെട്ട ബിൽഡിങ്, അതുപോലെ മാനേജ്മെൻറ്റിന് മാനേജർ കൊടുക്കുന്ന സാലറി, ലാബറേഴ്സിന് കൊടുക്കുന്ന വേജസ് എന്താണ്? നമ്മുടെ ലാബറേഴ്സ് എന്ന് പറയുന്നത് വേരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ബട്ട് ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ മാനേജർ, ഡയറക്ടർ എന്നൊക്കെ പറയുന്നത് എന്താണ്? അവർക്ക് നമ്മൾ പേയ്മെൻറ്റ് സാലറിയാണ്. അതെന്താണ്? ഫിക്സഡ് കോസ്റ്റിലാണ് വരിക. ഓക്കെ, സി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ദ കോസ്റ്റ് ഓഫ് ദ ഫേം ഓൺ വേരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. സിമ്പിളായിട്ട് അങ്ങനെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത്, ഫിക്സഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് ഇൻകോർഡ് ബൈ ദ ഫേം ഓൺ ഫിക്സഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് പോയിന്റ്. All those costs on fixed factors of production. For example, machineries, then building or equipments, and also salaries of the manager, etc. Okay, then another important feature of fixed cost is that fixed cost do not vary. Please note this point, this is the key word, do not vary with the size of its output. Okay, ഫേം ഉൽപ്പാദിപ്പിച്ചാലും ശരി ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെങ്കിലും ശരി ഫിക്സഡ് കോസ്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് സപ്പോസ് ദ ഫിക്സഡ് കോസ്റ്റ് ഈസ് 5,000. ഫേമിൻ്റെ ഔട്ട്പുട്ട് 0 ആണെങ്കിൽ പോലും എന്താണ്? ഫിക്സഡ് കോസ്റ്റ് 5,000 ആയിരിക്കും. ഇനി ഫേമിൻ്റെ യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ 1,000, 2,000, 3,000 ആയിട്ട് വർദ്ധിച്ചാലും ശരി ഫിക്സഡ് കോസ്റ്റ് വിൽ ബി ദ സെയിം. എത്രയാണോ ഫിക്സഡ് കോസ്റ്റ് അതിൽ ഒരു മാറ്റം വരില്ല. ദാറ്റ് ഈസ് വൈ വി ക്യാൻ സിംപ്ലി സേ ഫിക്സഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് ദാറ്റ് ഡു നോട്ട് വേരി. ഒരു മാറ്റം വരില്ല വിത്ത് സൈസ് ഓഫ് ഇറ്റ്സ് ഔട്ട്പുട്ട്. റൈറ്റ്, ഫേമിൻ്റെ ഔട്ട്പുട്ട് 0 ആണെങ്കിലും ഫിക്സഡ് കോസ്റ്റ് സെയിം ആയിരിക്കും. That is, fixed costs are independent of the level of output of the firm. We can simply say like that. ഫേമിൻ്റെ ഉൽപ്പാദനവുമായിട്ട് എന്താണ്? ഒരു ഡിപ്പെൻഡും ചെയ്യുന്നില്ല. ഉൽപ്പാദനം കൂടിയാലും ശരി കുറഞ്ഞാലും ശരി, എത്ര യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആണെങ്കിലും ശരി, ഫിക്സഡ് കോസ്റ്റ് ആർ സെയിം. ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ആൻഡ് അനദർ തിങ് ഇസ് ദാറ്റ് ഫിക്സഡ് കോസ്റ്റ് also known as, please note, overhead cost or supplementary cost. When you question paper, what do you mean by overhead cost? Your answer should be that is related to fixed cost. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിന് വിളിക്കുന്ന മറ്റു പേരുകളാണെന്ത്? ഓവർഹെഡ് കോസ്റ്റ്, ദാറ്റ് ഈസ് ഫിക്സഡ് കോസ്റ്റ് ഓർ സപ്ലിമെൻ്ററി കോസ്റ്റ്. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ഫിക്സഡ് കോസ്റ്റ്. ഇനി നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി വി ക്യാൻ ടേക്ക് ഔട്ട്പുട്ട് Q. ദാറ്റ് ഈസ് സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാണ്. സപ്പോസ് ഔട്ട്പുട്ട് ഈസ് 0, then output increased 1 and 2, 3. Suppose now fixed cost, we can take total fixed cost. Here 100 unit of output 0 ആണെങ്കിലും ഫിക്സഡ് കോസ്റ്റ് എന്താണ്? 100 ആണ്. then unit 1 ആണെങ്കിലും എന്താണ്? ഫിക്സഡ് കോസ്റ്റ് 100 ആണ്. then again 100, 100, 100. സിമ്പിൾ എക്സാമ്പിൾ. ഇപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിക്കുകയാണ്. യു ക്യാൻ റൈറ്റ് ഡൗൺ യുവർ ഓൺ എക്സാമ്പിൾ. ഇപ്പോൾ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഔട്ട്പുട്ട് ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, കൂടിയാലും ശരി കുറഞ്ഞാലും ശരി, ഫിക്സഡ് കോസ്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. റൈറ്റ്, then now we are going to represent the fixed cost through a simple figure. Okay, we can just draw the figure like this. Listen very carefully. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കർവ്. ഓക്കെ, നമ്മൾ പാർട്ട് എയിൽ ചെറിയ രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒറിജിൻ, ദെൻ എക്സ്, ഹിയർ വി ക്യാൻ ടേക്ക് ഔട്ട്പുട്ട് Q, and y axis we can take cost. And the shape of the fixed cost curve is like this. Total fixed cost. Here that is horizontal straight line. That is the shape of the fixed cost curve. Okay, horizontal straight line.
Please note this point. Horizontal straight line. Okay. And or we can simply say the total fixed cost curve is parallel to output axis or OX axis. Okay. And the total fixed cost curve it is parallel to output axis or OX axis. And the OX axis represents the level of output. OY axis, that is vertical axis, represents cost. Okay, parallel the total fixed cost curve. Okay, that is means in our table you can see this is the cost 100. Output is 0 anengilum total fixed cost 100 aanu. Output ini etra koodiyalum sheri total fixed cost endayirikkum same aayirikkum. Okay, no more confusion. Then another concept you can see, variable cost. A term variable cost. Here variable cost are those cost of the firm on variable factors of production. Okay, simple item. Variable factors of production, that is wages to laborers, payments for purchasing raw materials, okay, etc. etc. Fuel nu vendite, raw materials nu vendite, laborers nu kodukkunna wages okke endana are the typical examples for variable cost. So we can simply say variable cost are those costs which actually vary with the size of its output. Q ennu parayunnathu level of output. Variable cost will vary with the size of its output. You can also add here variable cost actually varies directly with the size of its output. Directly, that means when output increases, variable cost also increases. When output decreases, variable cost also decreases. When the level of output is 0, then variable cost will become 0. Right? And then the variable cost is directly depending on the level of output. Right? Okay. Now we can say variable cost, also known as prime cost or direct cost. Okay. Don't be confused. Variable cost നമ്മൾ വിളിക്കുന്ന prime cost, that is primary cost of the firm. കാരണം ഒരു ഫേമിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? ഫിക്സഡ് കോസ്റ്റ്, ദെൻ വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റിന് വിളിക്കുന്ന പേരാണ് ഓവർ ഹെഡ് കോസ്റ്റ് ഓർ സപ്ലിമെൻ്ററി കോസ്റ്റ്, ആൻഡ് വേരിയബിൾ കോസ്റ്റ് പ്രൈം കോസ്റ്റ് ഓർ ഡയറക്റ്റ് കോസ്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് വി ക്യാൻ സിംപ്ലി ഡ്രോ എ ടേബിൾ ലൈക്ക് ദിസ്. ഞാൻ ഇവിടെ തന്നെ ഒരു വേരിയബിൾ കോസ്റ്റ് കൊടുക്കുകയാണ്. സിമ്പിൾ. നിങ്ങൾ എക്സാമിന് നിങ്ങൾക്ക് 5 മാർക്കൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ടേബിളും കവൊക്കെ വെച്ചിട്ട് ആഡ് ചെയ്യാൻ പറ്റും. സി ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ലെവൽ ഓഫ് ഔട്ട്പുട്ട് 0 ആണെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും? വേരിയബിൾ കോസ്റ്റും 0 ആയിരിക്കും. ദെൻ ഔട്ട്പുട്ട് ഈസ് 1. ഹിയർ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഈസ് 25. Then output is 2. Then variable cost is 60. Then output is 3. Then variable cost is increased to 110, etc. Right. This is about total variable cost. When output increases, variable cost also increases. When output is 0, then variable cost is also 0. Right. Now we can represent variable cost through a simple figure. Please listen very carefully. This is the shape of the variable cost curve. Okay. See, origin X, again output, level of output, that is Q. Here we can take OY axis, you can take cost. And see, this is the shape of the total variable cost curve. See, this is the shape. Listen very carefully. That is total variable cost. Okay, total variable cost. ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ ഷേപ്പ് ആണെന്ത്? ഇൻവേഴ്സ് എസ് ഷേപ്പ്ഡ് കർവ്. ഓക്കെ, ഇൻവേഴ്സ് അങ്ങനെ എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഇതാണ് ഇൻവേഴ്സ് എസ് ഷേപ്പ്ഡ് കർവ്. ഓക്കെ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. അതിൻ്റെ ഓപ്പറേഷൻസിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് ദാറ്റ് ഈസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ദാറ്റ് ഈസ് ഇൻവേഴ്സ് എസ് ഷേപ്പ്ഡ് കർവ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ വരയ്ക്കാൻ പറ്റും. ദിസ് ഈസ് അബൌട്ട് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. നൗ we can just find out what about that is total cost. Okay, fixed cost പറഞ്ഞു, variable cost പറഞ്ഞു. Now you can just sum up the total fixed cost and total variable cost, you will get total cost. Simple ആണ്. See, total cost. Okay, total cost. See, total cost is equal to TC. TC is equal to
total fixed cost plus total variable cost. Right? And a total cost of the firm that include both total fixed cost and total variable cost. If you want to find out the total cost, then what is the formula? You can just sum up, you can just add both fixed cost and variable cost, then you will get total cost. Then in this example, we can simply say like this, total cost. Okay. See, total cost in the total fixed cost plus total variable cost, 100 plus 0, 100, 100 plus 25, 125, 100 plus 60, 160, 100 plus 110, 210. This is the total cost. Okay. Now, here the question is that what is the shape of the total cost curve, or how can we draw the total cost curve? See, this is the simple curve. Total cost curve we can take, OX axis, here level of output, here OY axis, this is the cost. And see, this is the total cost curve. Okay, simple. Total variable cost curve in the shape total cost curve in the shape, but total cost never becomes zero. Okay. You just compare it. Just order just compare it. Total variable cost starts from the origin. That means total variable cost will become zero when output is zero. Total cost it is the summation of total variable cost and total fixed cost. Vertical total variable cost curve, total fixed cost curve add you will get total cost. Then total cost curve it will not become zero. Total cost zero. You can see always total fixed cost. Okay. Output is zero total fixed cost spend ഒരു firm spend ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് total cost starts from this point. അതെന്താ output 0 ആണെങ്കിലും the firm should incur fixed cost. Isn't it? Since we know total cost includes total fixed cost and total variable cost. Okay, ഈ മൂന്ന് ഫിഗേഴ്സ് എന്താണ് നമുക്ക് വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഗറിൽ കാണിക്കാൻ പോവാണ്. ഏതൊക്കെയാണ്? Total fixed cost curve, then total variable cost curve, and also total cost curve. Right. We can simply represent these three figures in a single figure. Okay. Listen very carefully. It is really very simple to draw all these figures. Exam 5 mark full mark score this pattern follow. OX axis we can take output. Okay. Then OY axis we can take cost. Right. Now we can just draw the total fixed cost curve. See, simple. Figure this is the total fixed cost curve. Right. Now what about total variable cost? We can take total variable cost like this. See, listen very carefully. That start from origin. Total variable cost. Okay. Now we can just draw what about the total cost? Total cost never become zero. We have total cost. We have valuation. Total cost curve original zero mark. Okay. See, total cost curve is like this. This is the total cost curve. Total cost curve it is the summation of total fixed cost and total variable cost. But total fixed cost, total cost you can take this portion fixed cost, total fixed cost, and you can take this portion of total variable cost, then you will get total cost. Appo vertical total fixed cost curve, total variable cost curve sum you will get total cost. See, this is about fixed cost, variable cost, and total cost. Okay. Then we are going to discuss average fixed cost. Okay, fixed cost
ഐഡിയ നിങ്ങൾ മനസ്സിലുണ്ടാവണം കേട്ടോ ഫിക്സഡ് കോസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ്, total fixed cost by the level of output, you will get average fixed cost. Then total variable cost divided by Q, then you will get average variable cost. Then total cost by Q, then you will get average total cost or average cost. അത് നമ്മൾ ഇതുപോലെ ടേബിൾ വരക്കണം, അതുപോലെ തന്നെ സിമ്പിൾ കർവ് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകണം. ഓക്കെ, റൈറ്റ്.